63ാമത് സ്കൂൾ കലോത്സവത്തിന് അരങ്ങൊരുങ്ങി ദേശങ്ങൾ ചുറ്റി സ്വർണ്ണക്കപ്പും അങ്ങ് തിരുവനന്തപുരത്തെത്തി. ആ വൻ ജനാവലിയുടെ ശ്രദ്ധാകേന്ദ്രം ഒരു ഇത്തിരി കുഞ്ഞൻ സംഘമായിരുന്നു. അവരെ പരിചയപ്പെടാം. കലോത്സവ വേദി എന്ന മോഹം പാതി വഴിയിൽ ഇല്ലാതായെങ്കിലും സ്വർണ്ണക്കപ്പുമായുള്ള സംഘത്തിന്റെ പ്രയാണം തിരുവനന്തപുരത്തെത്തിയപ്പോൾ പ്രധാന ശ്രദ്ധാകേന്ദ്രമായത് നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡിന്റെ ഗോത്ര കലാരൂപമായ മംഗലം കളി പാടിയും ആടിയും കുട്ടികൾ ഗംഭീരമാക്കി. ഒന്നര മാസം കൊണ്ടാണ് കുട്ടികൾ ഈ ഗോത്രകല പഠിച്ചെടുത്തത്. ഇത്തവണത്തെ കലോത്സവത്തിൽ സ്വർണ്ണ ട്രോഫി ആര് സ്വന്തമാക്കിയാലും പ്രകടനം കൊണ്ട് ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് ഈ കുട്ടികൾ. ഡിഒയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നത്തെ ഈ പ്രൊസഷനിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മക്കൾ വളരെ ആവേശത്തിലായിരുന്നു, ഇവർ വളരെ സങ്കടത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് വരാൻ അർഹതയുണ്ടായിരുന്നു കുട്ടികൾക്ക്. കാരണം ഒരു കലാരൂപം വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ടോ അത് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ സ്വർണ്ണക്കപ്പുമായി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരം വലിയ ഭാഗ്യമായി കരുതുന്നു. സംസ്ഥാന കലോത്സവ വേദിയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ കുഞ്ഞൻ സംഘവും ഹാപ്പിയാണ്. നമുക്ക് സ്വർണ്ണക്കപ്പിൻ്റെ മുന്നിൽ വച്ച് നമ്മുടെ ഈ മംഗലം കളി അപ്പോൾ കളിക്കാൻ പറ്റുകയും അത് ഡിഒ കണ്ട് നമ്മളടുത്ത് ഈ വിളംബര ഘോഷയാത്രയിൽ കളിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ കളിച്ചപ്പോൾ അതുപോലെ തന്നെ ഇത്രയും ആൾക്കാർ നമ്മളടുത്ത് വന്ന് കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ, കുറേ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ, നമ്മുടെ പേര് ചോദിക്കുമ്പോൾ, ഇങ്ങനെ നമ്മൾ അറിയപ്പെടുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയ സംസ്ഥാന കലോത്സവ വേദിയിലും അവരെത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കൊപ്പം ഒരു ഫോട്ടോയും എടുത്ത് മടക്കം. അഖില രവീന്ദ്രൻ, തിരുവനന്തപുരം.